വെൽക്കം ടു ക്രിസ് കോർണർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇതെന്താ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു വീഡിയോ എന്ന്, എന്ത് വീഡിയോ എടുക്കുകയെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മുടെ ക്രിഷുവിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്, അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ ഇരുത്തിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ ക്രിഷ് ബേബീൻ്റെ ഫുഡ് റുട്ടീനെല്ലാം ചോദിച്ചിട്ട് കുറച്ച് കമൻസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ഇടാം കേട്ടോ. കുറേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും ഞാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊടിയരീൻ്റെ കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പൊടിയരീൻ്റെ കഞ്ഞിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരിളം ചൂടിൽ അങ്ങനെ കൊടുക്കും കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിഷ് ബേബി കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്രിഷ് ബേബി എല്ലാവർക്കും പറഞ്ഞു തരും കേട്ടോ. ഫോണ് കണ്ട സമയത്ത് തന്നെ അവന് കാത്തു കാണണം എന്ന് പറഞ്ഞിട്ട് കരയാണ്. ഇനിയിപ്പോൾ കാത്തു കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കഞ്ഞിയൊന്നും കുടിക്കൂല. എന്നാൽ പിന്നെ ഞങ്ങൾ വേഗം തന്നെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. അയ്യോ, ഇതെന്തിനാണെന്നറിയോ കിഷ് ബേബിക്ക്? ഇന്നലെ എവിടെയാ കിഷ് ബേബിക്ക് ചൂച്ചു ആയത്? ആദ്യമല്ലല്ലോ ചൂച്ചു ആയത്. ഇവിടെ ചൂച്ചു ആയില്ലേ? എങ്ങനെയാ ചൂച്ചു ആയത്? വീടോയോ? അമ്മച്ചൊരുമ്മ പോലെ അമ്മച്ചൊരുമ്മ അമ്മേനെ ഒന്ന് ഹഗ്ഗേ. എന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ടൊരു ഹായ് പറ. ഹായ്. ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്. നാണം കുടുങ്ങിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് ഇതുപോലെ കുറേ ഫ്ലാഷ് കാർഡ്സ് ആയിട്ടാണ്. നമുക്ക് ക്രിഷ് ബേബിനോട് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു നോക്കാം. ക്രിഷുവിന് അറിയോ ഇല്ലയോന്ന് അറിയണമല്ലോ. ഇതിൽ കുറച്ചൊക്കെ അറിയാം, പേരറിയാം. പക്ഷെങ്കിൽ ചിലതിൻ്റെയൊക്കെ പേര് പറയും, ചിലതൊക്കെ അവന് ഇങ്ങനെ പറയാൻ കാണിച്ചിട്ട് എന്താണെന്ന് അറിയാം, പക്ഷേ പേര് പറയാൻ അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം അല്ലേ. ഇതെന്തെന്നാ? മാമിൻ്റെ പേരെന്നാ? ക്രിഷ് അല്ലേ? ക്രിഷ് മോൻ്റെ പേരല്ലേ? ആരെ പേര് ചോദിച്ചാലും ക്രിഷ് എന്നാ പറയാ. ഇതെന്നാ? മാമിന്റെ പേരെന്നാ? ക്രിഷ് അല്ല, കേട്ടല്ലേ? എന്നാ? മ്യാവിന്റെ പേരെന്നാ? ആ, കേട്ട്. ഇതാരാ? ബോബു. ബോബുവിന്റെ പേരെന്നാ? ക്രിഷ് അല്ല. ബബുവിൻ്റെ പേരെന്താ? ഡോഗ്. ഡോഗ്. അവനറിയുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്. നീ അടുത്ത കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ അവൻ അറിയുന്നതാണ്, പക്ഷെ പേര് പറയാൻ പറഞ്ഞാൽ പറഞ്ഞിരും. എടാ ഒന്നും മിണ്ടാണ്ട് നിൽക്കടാ, ഞാനും സംസാരിക്കട്ടെ. എനിക്കിരിക്കേ, ഇതെന്താ ഇങ്ങനത്തെ കളി കളിക്കുന്ന? അപ്പം ഇതെന്താന്ന് ചോദിച്ചോക്കാം. ഇതെന്നാ ഇഷു? എന്നാ ഇത്? പറ. ഉമ്പയാ? പശു ഉമ്പ. ഉമ്പേന്റെ പേരെന്നാ? കൗ. കൗ. ഗുഡ് ബോയ്. ഇനി ഇതെന്താ കിശു? ഇതെന്താ? ഇതൊക്കെ എലിഫന്റ്. പറ എലിഫന്റ് എന്ന് പറ. എലിഫന്റ് പറ. ആന എന്ന് പറഞ്ഞാല് ആന പറ. എന്നാ? ആ, മലയാളിയോ? ഇതെന്താ? കൊക്കോ.
കരയാ? കുക്കുവിന്റെ പേരെന്തേനു? ഹെൻ. ഇനി ഇതാരാ? മങ്കി. ആരാര്? ഇതെന്ത് ഇങ്ങനെ കളിക്കുന്നേ? ഇതാരാ? ഇതാരാന്ന് പറ. എനിക്ക് ക്ഷമ നശിക്കുന്നുണ്ട് ഗൈസ്. ഇതാരാ? മങ്കി. ആരാ? ഇതാരാ? നല്ല മോനല്ലേ. ഇതാരാന്ന് പറ. ഡക്ക്. ഇതാരാ? ടൈഗർ. ടൈഗർ എങ്ങനെ കരയാ? ഇതാരാ? ജിറാഫ്. എന്താ? ഇതാരാ? ലയൺ. ആരാ? ലയൺ എങ്ങനെ കരയാ? അങ്ങനെ കരയൂല്ലേ? ഇനി ഇന്നാല് കുഞ്ഞനുണ്ടല്ലോ ഒരു പണി ചെയ്യും. ഇതെല്ലാം കുഞ്ഞൻ കൈ പിടിച്ചോ. എന്നിട്ട് അമ്മ ചോദിക്കുന്ന മോനെ അമ്മയ്ക്ക് എടുത്ത് തന്നെ. അതിനടുത്ത് ആദ്യം ഡോഗ് കാണിച്ചാ. ഡോഗിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഡോഗ് എവിടെ? ഡോഗ് നോക്ക് ശരിക്ക്. കാണിച്ചു കൊടുക്ക്. അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. അതിൽ കാണിച്ചു കൊടുക്ക്. ഡോഗിനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ. ഇതാ ഡോഗ്. എമി. ഇതിനെ അമ്മ എന്താ പിടിക്കാം? എമി. കൊക്കക്കോ എവിടെ? കൊക്കക്കോ. ഇനി അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ കൊക്കക്കോനെ എടുക്ക്. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്ക്. കൊക്കക്കോ കാണിച്ചു കൊടുക്ക്. കൊക്കക്കോന. ഇനി കാറ്റ് എവിടെ? കാറ്റ്. മ്യാവ് മ്യാവ്. കാറ്റ്. ഗുഡ് ബോയ്. ഇനി കൗ എവിടെ? കൗ. കരയുന്ന കൗ എവിടെ? ഗുഡ് ബോയ്. ഇനി എലിഫന്റ് എവിടെ? എലിഫന്റ്. കാണിച്ചു കൊടുക്ക എലിഫന്റിനെ. ഗുഡ് ബോയ്. ഇങ്ങനെ ഇട്ടിക്ക. ഇനി നേരെ ഇരിക്കും. ഇനി ജിറാഫ് എവിടെ? ജിറാഫിനെ കാണിച്ചു കൊടുക്കൂ. ഗുഡ് ബോയ്. ഇനി അറിയാം അമ്മയ്ക്ക്. ഇനി മങ്കി എവിടെ? മങ്കി. ഗുഡ് ബോയ്. ഇനി ലയൺ എവിടെ? ലയൺ. ഇവിടെ ഒറ്റൊന്നും എടുക്ക്. ലയണിനെ മാത്രം എടുക്ക്. ഗുഡ് ബോയ്. ഇനി ഡക്ക് എവിടെ? ഡക്ക്. ഗുഡ് ബോയ്. ഇനി ടൈഗർ എവിടെ? ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുക്കില്ലായിരിക്കും. ക്ലാപ്പ്. ഒരു ക്ലൈൻഡീസ് കൊടുക്കും. അവന് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെങ്കിൽ ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ് എല്ലാം പറഞ്ഞു തരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും എല്ലാം പടച്ച് കളിച്ചങ്ങ് പോയി കളയും. ചില സമയത്ത് ചോദിച്ചാൽ ഒന്നും പറയുകയില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.